അതായത് ശ്രീവിധിക്ക് ഭയങ്കര ക്ഷീണം, എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ? ഓക്കെ, എപ്പോഴും ഉറക്കം വരും. എപ്പോഴും ഉറക്കാണ്. ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് ഉറങ്ങി ഷൂട്ടിങ്ങിന് വരുമ്പം ഹസ്ബൻഡ് അവിടെ കിടന്ന് ഉറങ്ങും. ഇത് തിരിച്ചു ചെല്ലുമ്പോ അവ എണീറ്റ് പോയി ഇവള് കിടന്നു. ഇതിങ്ങനെ പൊക്കോണ്ട് റൊട്ടേഷൻ ആയിട്ട്. അതുകൊണ്ട് വീട്ടുകാർക്ക് ഭയങ്കര പരാതിയാണ് ചില കാര്യങ്ങൾ. ഉണർത്തിയിരുത്തണം നമ്മൾ. ഹീമോഗ്ലോബിൻ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ആൽക്കഹോൾ വല്ലതും കൊടുത്താൽ മതി. ഭർത്താവിന്റെ അതിൽ നമുക്ക് മാറ്റാം. അതേപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ക്ഷീണം വരാം. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് ഡോക്ടറോട് ഇവക്കുണ്ട് ഭയങ്കര മടവി. മറവിയോ? മറവി പദവിയാ. അത് അവൾക്ക് മറവി ഉള്ളോണ്ട്. ഇവക്ക് ഭയങ്കര മറവി. മറവി ഹസ്ബൻഡ് ആരാണെന്ന് അറിഞ്ഞു. രണ്ടുപേർക്കും ഉണ്ട് മറവിയുണ്ട്. എത്ര വയസ്സായി ഇപ്പോ? അയ്യോ മറന്നുപോയി. അത് മറന്നു. ഈ നമുക്ക് അങ്ങനെ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റില്ല. മറവി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. സ്കാൻ ചെയ്യാൻ വിടാം അല്ലേ? സ്കാനിങ് അല്ല, വേറെ പല ടെസ്റ്റുകളും ചെയ്യേണ്ടി പല വരും. ടെസ്റ്റുകളും. പിന്നെ ഡോക്ടർ, ഈ ഹൈ സ്പിരിറ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? കത്തിക്കണം. ഹൈ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറ്റത്തൂടെ പോയി ഒരു തീപ്പെട്ടിക്കാനും കൊള്ളിക്കഞ്ഞ് നിന്ന് കത്തും, അത്രയ്ക്കും സ്പിരിച്വൽ ആയിരിക്കും. അങ്ങനെ രണ്ടുപേരുണ്ട്. അങ്ങനത്തെ രണ്ടുപേരുണ്ട്. അവരെ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റും? ആരാണത് രണ്ടുപേര്? ആരായി? ഇവര് രണ്ടുപേരും അല്ല. പക്ഷെ ഇന്ന് രാവിലെ മുതൽ നോക്കുമ്പോ അവർക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇല്ലല്ലോ. ഒരു അതും എട്ട് മണിക്ക് മതി. ശേഷം. അതെന്താന്നറിയോ, നിങ്ങൾ ഇതുവരെ അടുത്ത് വന്നില്ലല്ലോ. അതായിരിക്കും. ഓക്കെ.